ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു LED ട്യൂബ് എങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്യുക എന്നതാണ്. ഈ രീതി പലവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഒരു LED ട്യൂബ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചുമരിൽ ഡ്രിൽ മെഷീൻ വെച്ച് ഹോൾസ് ആക്കുകയും എന്നിട്ടൊക്കെയാണ് നമ്മൾ LED ട്യൂബ് ഫിറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ യാതൊരു ഹോൾസും തന്നെ നമ്മളുടെ ചുമരിൽ ഇടാണ്ട് തന്നെ നമുക്ക് ഒരു LED ട്യൂബ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ഇൻസുലേഷൻ ടാപ്പും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഹോൾഡറിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ഓഫ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുക. അപ്പോൾ ഇവിടെയാണ് ഞാൻ LED ട്യൂബ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഹോൾഡർ നമുക്ക് കഴിക്കേണ്ടതുണ്ട്. ആർക്കും തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇനി ഹോൾഡർ ഇല്ലാത്ത ഇതുപോലത്തെ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ട്യൂബ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് ട്യൂബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുമരിൽ നമ്മൾ ദാരമുണ്ടാക്കേണ്ട എന്നതാണ് ഇതിൻ്റെ ഉപകാരം. അപ്പോൾ നമുക്ക് ഇനി നല്ല വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഈ ബോക്സും കൂടി ഒന്ന് കഴിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് വയറിലേക്ക്, നമ്മളുടെ ഹോൾഡറിലേക്ക് വന്ന വയർ ഏതാണോ അതിലേക്ക് തന്നെയാണ് നമ്മളുടെ LED ട്യൂബിൻ്റെ വയർ നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ആ ബോക്സിൻ്റെ മൂടിയുടെ ഉള്ളിൽ കൂടി ആയിരിക്കണം നമ്മളുടെ LED ട്യൂബിൻ്റെ വയർ എടുക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കുക. ബൾബ് കത്തുന്നുണ്ടോ, ട്യൂബ് കത്തുന്നുണ്ടോ എന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കുക. അതിനുശേഷം നമ്മളുടെ ഈ പ്ലേറ്റ്, ആ ബോക്സിൻ്റെ മൂടി നമുക്ക് അവിടെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അവിടെ ഉള്ള രണ്ട് ദാരങ്ങളിലും സ്ക്രൂ ഇട്ട് ആദ്യത്തേതുപോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. നല്ലതുപോലെ തന്നെ ആദ്യമുള്ളതുപോലെ തന്നെ നല്ല രൂപത്തിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ LED ട്യൂബ് നിൽക്കാനുള്ള ക്ലിപ്പ്. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ മുകളിലാണ് നമ്മളുടെ LED ട്യൂബ് കുടുക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മളുടെ ഹോൾഡർ ഉണ്ടായിരുന്ന ഹോൾഡർ നമ്മൾ കഴിച്ചെടുത്ത ആ ഭാഗത്തുള്ള ദ്വാരത്തിലാണ് നമുക്ക് ഈ രണ്ട് ക്ലിപ്പും അവിടെ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഫിറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമുള്ള കേസല്ല ഇത്. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് സ്റ്റാൻഡും ഈ രണ്ട് ക്ലിപ്പും നമുക്ക് ഇവിടെ ഫിക്സ് നല്ലതുപോലെ തന്നെ മുറുക്കി വെക്കണം. അതിനുശേഷം നമ്മളുടെ ബാക്കിയുള്ള വയറുകളെല്ലാം തന്നെ ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി മെല്ലനെ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ആ ട്യൂബ്, നമ്മളുടെ LED ട്യൂബ്, അത് ആ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ LED ട്യൂബ് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ചുമരിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ യാതൊരു ഹോൾസും തന്നെ ചുമരിൽ കൊടുത്തിട്ടില്ല. ആ ബോക്സിൻ്റെ മുകളിൽ നമ്മളുടെ ആദ്യത്തെ ഹോൾഡർ നിന്ന സ്ഥാനത്ത് തന്നെയാണ് നമ്മളുടെ LED ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. എന്നാൽ ലാസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ LED ട്യൂബ് കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. ഇതുവരെയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.